പുതിയൊരു വർഷം കൂടി നമുക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞുപോയ വർഷത്തിൽ ഏതെല്ലാം വിധത്തിലാണ് ദൈവം നമ്മെ കാത്തുരക്ഷിച്ചത്, ഏതെല്ലാം വിധത്തിലുള്ള അനുഗ്രഹങ്ങളാണ് അവിടുന്ന് നൽകിയത്, അവയെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം നാം പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അതോടൊപ്പം പുതിയ വർഷത്തിൽ വിശ്വാസികൾ എന്ന നിലയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നാം അറിഞ്ഞിരിക്കുകയും ചെയ്യുകയും വേണം. അതിൽ പ്രധാനപ്പെട്ടതാണ് അനുദിന വിശുദ്ധർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുകയും അവരോട് മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും അസൗകര്യമുണ്ടെങ്കിലും സകുടുംബം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുക എന്നതാണ് മറ്റൊരു കാര്യം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകൾക്ക് നന്ദി പറയാനും അമ്മ വഴിയായി മാധ്യസ്ഥം യാചിക്കാനും കിട്ടിയിരിക്കുന്ന വേളയായി ജപമാല പ്രാർത്ഥനയെ കാണണം. കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയാണ് മറ്റൊന്ന്. കഴിയുന്നത്ര വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കുക. ഇനി സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതെയെങ്കിലും ഇരിക്കുക. മറ്റുള്ളവരുടെ വരുമാന മാർഗങ്ങൾ നിഷേധിക്കുകയോ കൂലി കൊടുക്കാതിരിക്കുകയോ അപവാദ പ്രചരണം നടത്താതിരിക്കുകയോ ചെയ്യുക. എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുൻപ് ബൈബിൾ വായന ശീലമാക്കുക. പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോഴും പ്രാർത്ഥിക്കുക. കഴിയുന്നത്ര ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. കൂടാതെ പോസിറ്റീവായ മനോഭാവം വെച്ച് പുലർത്തുക. ഇത്രയും തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ലൗകിക ജീവിതവും ആത്മീയ ജീവിതവും കൂടുതൽ അനുഗ്രഹപ്രദമായി തീരും.